ഒരു അടിപൊളി നാടൻ ബ്രേക്ക്ഫാസ്റ്റ്. ഈ ബിരിയാണി നമ്മുടെ ഒരു വികാരം എന്ന് പറയുന്ന പോലെ പുട്ടും കടലയും അതുപോലെ നല്ല ഏലക്കായിട്ട ചായയും അതൊരു വികാരം തന്നെയാണ്. അതിനായിട്ട് തലേദിവസം കുതിർത്തി വെച്ച കടല ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് 4 വിസിലോളം കുക്കറിൽ അടിച്ച് വേവിച്ച് മാറ്റി വയ്ക്കാം. ഇനി ഇതിലോട്ടുള്ള മസാലയ്ക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലിയും 1 ടീസ്പൂൺ ഫെനൽ സീഡ്സും അതുപോലെ തന്നെ വറ്റൽമുളക്, നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകും, വേപ്പിൻ്റെ ഇല, അതുപോലെ കുരുമുളക് പൊടി, ഒണിയൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയുള്ളി ഉപയോഗിച്ചാലും നല്ലതാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ ആ മല്ലിയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഗോൾഡൻ ബ്രൗൺ ആവർ വരെ ഒന്ന് വറുത്തെടുക്കുക. അതിൻ്റെ നല്ലൊരു മണമൊക്കെ വരണ വരെ. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ടും കൂടി അതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്ത് അതൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് അത് തണുക്കുമ്പോൾ അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച കടലയില്ലേ അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ല ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ഗ്രൈൻഡറിലോട്ടിട്ട് അത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുക. ഇനി ഇത് നമ്മുടെ വേവിച്ച് വെച്ച കടലിലോട്ടിട്ട് നന്നായിട്ട് ഒരു തിള വരണ വരെ ഒന്ന് ഇളക്കി വേവിച്ച് ഒന്നും കൂടി എടുക്കാം. ഇനി ഇതിലോട്ട് വേണ്ട താളിപ്പാണ്. അതിന് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലോട്ട് നമ്മുടെ ചെറിയുള്ളി അതുപോലെ തന്നെ വറ്റൽമുളക്, എരിവ് വേണമെങ്കിൽ എനിക്കിവിടെ എരിവ് ഇത്തിരി കൂടുതലായിരുന്നു, അപ്പോൾ ഞാൻ ഇവിടെ വറ്റൽമുളക് കാച്ചണയിലിട്ടില്ല, കുറച്ച് വേപ്പിലും കൂടി ഇട്ട് അതും ഇതിൻ്റെ മേളിലോട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ തിക്ക് ഗ്രേവിയുള്ള കടലക്കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. തലേദിവസം തന്നെ തേങ്ങ ചിരകി വെക്കുകയാണെങ്കിൽ കാലത്ത് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്കത് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇത് നല്ല ചൂട് പുട്ടിൻ്റെ മേലെ ഒഴിച്ചിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിക്കുക. അപ്പോൾ അടിപൊളിയായിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്